നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നോട്ട് പിൻവലിക്കലും പുതിയ നോട്ടിൻ്റെ വരവുമെല്ലാം സിനിമാ മേഖലയും അല്പമൊന്ന് ബുദ്ധിമുട്ടിലാക്കി. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പ്രതീക്ഷിക്കപ്പെട്ട മലയാള സിനിമകളുടെ റിലീസ് മാറ്റിവെച്ചു. പക്ഷേ തമിഴിൽ നിന്നും ശ്രദ്ധേയമായ ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം തീർച്ചയായും ഗൗതം മേനോൻ, ചിമ്പു, AR റഹ്മാൻ കൂട്ടുകെട്ടിലൊരുങ്ങിയ അച്ചം 80 മടമയ്യട എന്ന ചിത്രമാണ്. മഞ്ജിമ മോഹനാണ് ഈ ചിത്രത്തിൽ നായികാവേഷത്തെ അവതരിപ്പിക്കുന്നത്. തെലുങ്കിൽ നാഗചൈതന്യയെ നായകനാക്കിയും ഗൗതം മേനോൻ ഈ ചിത്രം ഒരേ സമയം തന്നെ ചിത്രീകരിച്ചിരുന്നു. ഏറെക്കാലങ്ങളായി വരാനിരിക്കുന്നു എന്ന് കേട്ട് യുവ പ്രേക്ഷകർ പ്രത്യേകിച്ചും ഏറെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചിത്രമായിരുന്നു അച്ചം 80 മടമയ്യട. AR റഹ്മാന്റെ പാട്ടുകൾ കൂടി ഇറങ്ങിയതോടെ സിനിമയ്ക്ക് വലിയ ശ്രദ്ധ നേടാനായി. ടീസറിനും വലിയ പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. എന്തായാലും ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ വലിയ സ്വീകരണം തന്നെയാണ് യുവ പ്രേക്ഷകർ ചിത്രത്തിന് നൽകുന്നത്. சரி, இதுக்கு மேல நான் ஏன் உங்களோட பைக்ல வரணும்? தயவு செஞ்சு இங்க இருந்து 2 பேர் வெளில வராதீங்க. நீங்க வந்திருக்கவே கூடாது. What is happening here? വാടാ. തീർച്ചയായും അച്ചം 80 മടമയ്യട എന്ന ചിത്രത്തിനൊപ്പം മലയാളികൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു ചിത്രമാണ് മീൻ കുളമ്പും മൺപാനയും എന്ന ചിത്രം. കാരണം മലയാളത്തിൽ ബാലതാരമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ട മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട നടൻ്റെ മകൻ കാളിദാസനാണ് ഈ ചിത്രത്തിൽ നായകനായി അരങ്ങേറുന്നത്. പ്രഭുവാണ് ഈ കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന ചിത്രത്തിൽ ഒരു ശ്രദ്ധേയ വേഷം ചിത്രീകരിക്കുന്നത്. വിദേശങ്ങളിലടക്കം ചിത്രീകരിച്ച സിനിമയിലൂടെ കാളിദാസിന് മികച്ചൊരു തുടക്കം തന്നെയാണ് ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കുന്നത്. அவன் சரியான செல்ஃபிஷ். அவன் தப்பிக்க யாரை வேணாலும் மாட்டி விடுவான். எங்க அப்பா பத்தி தப்பா பேசாத. நீ எனக்கு நல்லது பண்றதா நினைச்சு நம்ம 2 பேருக்கும் பெரிய பிரச்சனை உண்டாக்க போற. രണ്ട് പ്രധാന ചിത്രങ്ങൾക്കൊപ്പം തീർച്ചയായും എത്തുന്ന മറ്റൊരു തമിഴ് ചിത്രം എന്നത് സൈത്താനാണ്. വിജയ് ആൻ്റണി എന്ന സംഗീത സംവിധായകൻ നായികവേഷങ്ങളിൽ ഇറങ്ങിയ പിച്ചൈക്കാരനടക്കമുള്ള സിനിമകൾ വലിയ ഹിറ്റായിരുന്നു. അതിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് വിജയ് ആൻ്റണി നിർമ്മിച്ച് വിജയ് ആൻ്റണി തന്നെ സംഗീതം നൽകി സൈത്താൻ എന്ന ചിത്രം വരുന്നു. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് സിനിമ. ചിത്രത്തിലെ നായിക അരുന്ധതി നായരാണ്. തിയേറ്ററുകളിലെത്തിയ പുതിയ സിനിമകളെക്കുറിച്ചാണ് ഇപ്പോൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത. ഗൗതം മേനോൻ അച്ചം 80 മടമയ്യട എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ. തൻ്റെ ചിത്രത്തിൻ്റെ റിലീസ് നീണ്ടുപോയതിൽ താൻ ദുഃഖിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. മാധ്യമങ്ങളുടെ ശക്തമായ ചോദ്യങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞാണ് ഗൗതം മേനോൻ തൻ്റെ സിനിമയുടെ റിലീസ് നീണ്ടതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഒപ്പം ശിവകാർത്തികേയൻ്റെ കഴിഞ്ഞകാല ഒരു സംഭവത്തെ അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തു. இங்கு நீ வேகமா நான் வேகமா சொல்லு, கடிகாரம் போய் சொல்லும் என்றே நான் കണ്ടേ. കഴിഞ്ഞ കുറച്ചു നാളുകളായി ചിമ്പു ചിത്രങ്ങൾ നേരിടുന്ന റിലീസ് പ്രശ്നങ്ങൾ ഗൗതം മേനോന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ അച്ചം 80 മടമയ്യട എന്ന സിനിമയും നേരിട്ടിരുന്നു. എന്നാൽ ചിത്രീകരണം നീണ്ടുപോയത് മറ്റുമാണ് റിലീസ് നീളാൻ കാരണമായത്. ചിമ്പു മറ്റു സിനിമകളുടെ തിരക്കിലായതിനാൽ പാട്ട് ചിത്രീകരണം നടത്താൻ വൈകിയതടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഗൗതം മേനോൻ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത്. സിനിമയുടെ റിലീസ് നീണ്ടുപോയതിൽ ശിവകാർത്തികേയൻ ചെയ്തതുപോലെ കരയാൻ താനില്ല എന്നും ഗൗതം മേനോൻ വ്യക്തമാക്കി. சிம்பு எனக்கு 2 நாள் தான் கொடுத்தாரு. ரொம்ப காம்பினேஷன் ரொம்ப கஷ்டமாக இருக்குன்னு சொல்லி நாங்கள் அதுக்கப்புறம் மஞ்சிமா மோகனுடைய பண்ணோம். இல்லை எப்படி இந்த படம் ஏன் தாமதமாச்சுன்னு எனக்கு தெரியலையோ அதே மாதிரி என்ன பிரச்சனைன்னு எனக்கு தெரியாது. உண்மையிலேயே நம்ம பாட்டு வரோம், வேலையை பண்ணுறோம். அதுக்கு நான் சிவகார்த்திகை மாதிரி இங்கே அழ முடியாது. ஏதோ ஒன்று போயிட்டுருக்கு, விட்டுருங்களேன், அவ்வளோதானே. என்ன இப்போ താൻ പൂർണ്ണമായും അർപ്പിച്ചു തന്നെയാണ് സിനിമ പൂർത്തിയാക്കിയത്. മദ്യപിച്ച് സിനിമയ്ക്ക് കയറിയാൽ പോലും 2-3 സീൻ കഴിഞ്ഞാൽ ഇത് ഗൗതം മേനോൻ ചിത്രമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് തന്റെ വിജയമെന്നും ഗൗതം മേനോൻ പറയുന്നു. கௌதம் மேனன் படம் அப்படின்னு நான் இது வரைக்கும் நினச்சதே இல்லை. பட் இன்றைக்கி உங்கள் கேள்விக்கு நான் பதில் சொல்கிறேன். என்னுடைய படம் வந்து நீங்கள் பார்க்கும்போது ஒருவேளை அன்றைக்கி வந்து நீங்கள் ரொம்ப ஓவராக தண்ணி அடிச்சுட்டு யார் படமே தெரியாமல் உட்காந்து தியேட்டருக்கு போனீங்கன்னு வச்சுக்கோங்களேன், ஒரு 4 சீன் பார்க்கும்போது உங்களுக்கு இது கௌதம் படம் தான் அப்படின்னு உங்களுக்கு தோணும். அதுக்காக தான் நான் பண்ணுறேன் அந்த மாதிரி. റെമോ സിനിമയുടെ വിജയാഘോഷത്തിനിടെയായിരുന്നു ഗൗതം മേനോൻ നേരത്തെ സൂചിപ്പിച്ച ശിവകാർത്തികേയന്റെ വികാര പ്രകടനം.
തന്റെ മുൻ ചിത്രമായ രജനി മുരുകൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് താരം കരഞ്ഞുപോയത്. நான் பார்த்துருக்கேங்க நிறைய ப்ரொடக்ஷன் ஹவுஸ்ல அவரோட டிசைனை வச்சுக்கிட்டு இது கொடுங்க, இது ஆடுக்கு நல்லா இருக்கும், இது நல்லா இருக்கும், இது நல்லா இருக்கும்னு கெஞ்சிக்கிட்டே இருப்பாரு ஒரு மனுஷன். நிறைய ப்ரொடக்ஷன் ஹவுஸ்ல வாசல்லே நிப்பாட்டிருக்காங்க அவரை. ஆனா அந்த கம்பெனிக்கு அது மட்டுமே வேலை செஞ்சிருக்காரு. ஏதாவது சொத்து இருக்கான்னு கேளுங்க அந்த மனுஷன், சொந்தமா கார் இருக்கான்னு கேளுங்க. இந்த படம் ரிலீஸ் வரைக்கும் எவ்வளவு பிரச்சனை கொடுப்பீங்க, யாரெல்லாம் கொடுக்குறீங்கன்னு உங்களுக்கே தெரியும். எவ்வளவு கொடுப்பீங்க? இல்ல விடுங்கண்ணே, நான் ரொம்ப நாளா கஷ்டப்பட்டு இருக்கேன். താൻ വിജയം ആരിൽ നിന്നും മോഷ്ടിച്ചെടുത്തതല്ല, കഠിനാധ്വാനം ചെയ്താണ് ഇവിടം വരെ എത്തിയത്. സഹായിച്ചില്ലെങ്കിലും തങ്ങളെ ജോലി ചെയ്യാനെങ്കിലും അനുവദിക്കണമെന്നും ശിവകാർത്തികേയൻ അഭ്യർത്ഥിച്ചു. நான் இங்க வந்து நானும் அவரோ யாரையும் இது பண்ணுன்றதுக்காக அதுக்காக இந்த படம் எடுக்கவே வரல. ஆடியன்ஸ் என்ஜாய் பண்ணும், அதுக்காக மட்டும்தான் படம் எடுக்க வரோம். அதுக்கு வேலை செய்ய விடுங்க, கெஞ்சி கேட்டுக்கிறேன், வேலை செய்ய விடுங்க. அவரையும் சரி என்னையும் சரி. இன்னைக்கு வரைக்கும் தூங்கலங்க அவரு. ശിവകാർത്തികേയന് പിന്തുണ പ്രഖ്യാപിച്ച് സമാനാവസ്ഥകൾ നേരിട്ടിട്ടുള്ള ചിമ്പുവും രംഗത്തെത്തിയിരുന്നു. തമിഴിലെ തന്നെ മറ്റൊരു യുവതാരമാണ് ശിവകാർത്തികേയനെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്നും പിന്നാമ്പുറ സംസാരമുണ്ട്. ഇനി എന്തായാലും റിലീസിനെത്തിയ സിനിമകളെക്കുറിച്ച് അറിഞ്ഞു. ഇനി പുതിയ ചിത്രങ്ങൾ. അതിൽ ഈ ആഴ്ച ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ട്രെയിലർ എന്നത് സിംഗം 3യുടെ തന്നെയാണ്. സൂര്യ വീണ്ടും ദുരൈ സിംഗം എന്ന കഥാപാത്രവുമായി 3ാം തവണയും അഭർവാളിയിൽ എത്തുന്നു എന്നതാണ് സിംഗം 3 എന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത. ഹരി തന്നെയാണ് ഈ ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ഭാഗങ്ങളെക്കാൾ വലിയ തോതിലുള്ള ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും സിനിമ എന്നതിൽ സംശയമില്ല. അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ. അനുഷ്കയ്ക്കൊപ്പം ചിത്രത്തിൽ ശ്രുതി ഹാസനും നായികാവേഷത്തിൽ എത്തുന്നുണ്ട്. ஒரு தவறு செய்தால் அதை தெரிந்து செய்தால் அவன் தேவன் என்றாலும் விடமாட்டேன். இந்தியன் நான் பார்த்ததெல்லாம் திங்கிற ஓனா இல்ல, பசிச்சா மட்டும் வேட்டையாடுற சிங்கம். இப்போ கொலை பசியில இருக்கேன். எது கிடைச்சாலும் வேட்டையாடுங்கிற வெறியில இருக்கேன். எதிரில எவன் வந்தாலும் ஏறி மிதிச்சுட்டு போயிட்டே இருப்பேன். ഇനി എന്തായാലും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ആഴ്ചയിലെ ട്രെയിലർ എന്നത് ഒരേ മുഖം എന്ന സിനിമയുടേതാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്ന യുവതാരം വളരെ ശക്തമായ കഥാപാത്രമായി അല്പം സസ്പെൻസൊക്കെ ബാക്കി നിർത്തുന്ന ഒരു കഥാപാത്രമായി എത്തുന്ന സിനിമയാണ് ഒരേ മുഖം. സജിത് ജഗന്നന്ദൻ എന്ന പുതുമുഖമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചെമ്പൻ വിനോദ്, ദീപക്, പ്രയാഗ, അജു വർഗീസ് എന്നീ പ്രമുഖരായ താരങ്ങളും ശ്രദ്ധേയ വേഷങ്ങളിൽ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വ്യവസായ പ്രമുഖനും വിദേശ മലയാളിയുമായ അരവിന്ദ് മേനോൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി ചർച്ച് റോഡിന് മുന്നിലാണ് കൊലപാതകം നടന്നത്. അല്ല, ആരാ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ? മുംബൈ CST, എറണാകുളം ജംഗ്ഷൻ. ചേട്ടാ, ഇത് DTV റിപ്പോർട്ടറാ. ഹലോ സർ. കൊല്ലപ്പെടുന്ന ദിവസം അരവിന്ദ് മേനോൻ അവസാനമായിട്ട് വന്ന ഫോൺ കോൾ ഒരു സക്കറിയ പോത്തൻ്റെതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തി ഒളിവിൽ പോയ പിടികിട്ടാ പുള്ളിയാണ് ഈ പറയുന്ന സക്കറിയ പോത്തൻ. ഇനിയൊരു കൊലപാതകം ഉണ്ടാകാതിരിക്കാനും സത്യം പുറത്തു വരാനും എസ്റ്റേറ്റ് കൊലക്കേസ് നമ്മൾ റീഓപ്പൺ ചെയ്യണം. എനിക്ക് തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്, ആ ക്യാമ്പസിൽ നിന്ന്. സക്കറിയ പോത്തൻ, ബാക്കി ക്യാമ്പസ് പറയും. ചിലരുടെ കണ്ണുകൾ, ചിലരുടെ ചിരി, ഓരോരുത്തർക്കും ഒരു പ്രത്യേകത ഉണ്ടാവും. ഇത് അത് തന്നെയാ. എന്ത് പ്രേമം? അന്ന് അവനെ സഹായിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു എന്നതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട് മിസ്റ്റർ പ്രകാശൻ. എ ബ്രില്യന്റ് ക്രിമിനൽ. ഈ സക്കറിയ പോത്തൻ ആളെങ്ങനെ? ഗുഡ് മോർണിംഗ് എന്നെ കുട്ടി. സക്കറിയെ കുറിച്ച് സാർ കേട്ടതൊക്കെ ശരിയാണ്. ഈ സക്കറി ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ചാ അത് നേടിയിരിക്കും. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. പണി കൊടുത്തേ പറ്റൂ. Arrest him immediately. There is a problem.
ഇത്രയും കാലം നീ കൂടെ നടന്നിട്ട് എന്നെ ചതിക്കായിരുന്നല്ലടാ. എസ്റ്റേറ്റ് ഇരട്ട കൊലപാതകം നടന്ന രാത്രിയിൽ ഇനിയും പുറം ലോകം അറിയാത്ത മറ്റെന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അനുസരണക്കേട് എനിക്കിഷ്ടമല്ല. പിന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള ഒരിടമല്ല. എന്തായാലും ഒരേ മുഖത്തിനൊപ്പം തന്നെ ഈ ആഴ്ച ശ്രദ്ധിക്കപ്പെട്ട മലയാളത്തിലെ മറ്റൊരു പ്രധാന ട്രെയിലർ 10 കൽപ്പനകൾ എന്ന സിനിമയുടേതാണ്. തമിഴിലടക്കം ഒട്ടേറെ പ്രമുഖ ചിത്രങ്ങൾക്ക് എഡിറ്റിംഗ് നിർവഹിച്ച ഡോൺ മാക്സ് ആദ്യമായി സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നു എന്നതാണ് 10 കൽപ്പനകൾ എന്ന ചിത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഒപ്പം മീര ജാസ്മിൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ സാന്നിധ്യമായി എത്തുന്നു എന്നതും. അനു മേനോനാണ് 10 കൽപ്പനകളിലെ മറ്റൊരു പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കാണാം. September 12th, Diana Davis. October 3rd, Reshma Harikumar. October 30th, Hasna Mohammed. All these girls were murdered in the same pattern. ഓരോ ക്രൈം സീനിലും കുറ്റവാളി ഉപേക്ഷിച്ചു പോകുന്ന കുറെ കടങ്കഥകളുണ്ട്. ആ കടങ്കഥകൾ മനസ്സിലാക്കാൻ എടുക്കുന്ന സമയമാണ് അന്വേഷകനും കുറ്റവാളിയും തമ്മിലുള്ള ദൂരം. ഇവർ തിരഞ്ഞെടുക്കുന്ന ഇരകൾക്ക് പരസ്പരം ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരം ക്രിമിനൽസിനെ കണ്ടെത്തുക എന്നത് അത്ര ഈസിയല്ല. ഈ കൊലയാളിയെ എനിക്കറിയാം. എൻ്റെ ജീവിതത്തിലൂടെ എവിടെയോ ഇയാൾ എന്നെ കടന്നുപോയിട്ടുണ്ട്. So it's him, and here we got our connections. Thou shall not kill. കൊല്ലരുത് ഒന്നിനെ. ഇനി കുറേയേറെ തമിഴ് സിനിമകളാണ് വരാനിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ട്രെയിലറും ടീസറും ഒക്കെ ഈ ആഴ്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയുണ്ടായി. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.